ഈശ്വരൻ ചോദിക്കുകയാണ്, ഒരു ദിവസത്തിൽ എപ്പോഴും ഇരുട്ട് തന്നെയായിരിക്കും? 24 മണിക്കൂറും രാത്രിയായിരിക്കുമോ? 24 മണിക്കൂറും പകലായിരിക്കുമോ? ഇല്ല. രാവും പകലും ചേർന്നതാണ് ഒരു ദിവസം. അതേപോലെ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൂര്യനായിരിക്കുന്ന, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാൻ നമുക്ക് അറിവ് നൽകാണ്. സത്യയുഗം എന്ന് പറഞ്ഞാൽ സത്യവും ധർമ്മവും സമൃദ്ധിയും സുഖവും 100% ഒരു സമയം. നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇപ്പോൾ ഗീതാജ്ഞാനം നൽകാൻ ഈശ്വരൻ വരേണ്ട സമയമായോ എന്ന ഒരു രഹസ്യമാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. ഒരു കുട്ടിക്ക് ഒരു ബാല്യകാലം ഉണ്ടാകും. ഇന്നൊരു വൃദ്ധനായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും ജരാനരകളുള്ള വളരെ രോഗിയായ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരാളാണെങ്കിലും ആ ആൾക്ക് ഒരു ചെറുപ്പകാലം, ഒരു ബാല്യകാലം ഉണ്ടായിരുന്നു. ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാൻ നിൽക്കുന്ന ഒരു വീടായിരിക്കും ചിലപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷേ ആ വീട് ഒരു ദിവസം പുതിയതായിരുന്നു. ഒരു പഴയ വീട് ആർക്കും വയ്ക്കാൻ പറ്റില്ലല്ലോ. ഒരു വൃദ്ധനായിട്ട് ഒരാൾക്ക് ജനിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു ബാല്യകാലവും അതേപോലെ തന്നെ ഒരു നവീനമായ ഒരു സമയം എല്ലാത്തിനും ഉണ്ടായിരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചചക്രത്തിൻ്റെ ആരംഭം എന്ന് പറയുമ്പോൾ മനുഷ്യരും പ്രകൃതിയുമായി ചേർന്ന് എല്ലാ മനുഷ്യരും പരസ്പരം ബന്ധപ്പെട്ട് ഒരു ആനന്ദ ഗോളമായിരുന്നു നമ്മുടെ ഭൂമി. ഇതിൻ്റെ പരാമർശങ്ങൾ നമുക്ക് എല്ലാ പുരാണത്തിലും കാണാൻ പറ്റും. ഹിന്ദുക്കൾ വൈകുണ്ഠം എന്ന് പറയും. കുണ്ഠതയില്ല, ദുഃഖമില്ലാത്ത സ്ഥലം എന്നാണ്. ഭൂമി തന്നെയാണ്. ഭൂമിയിലെ ജീവിതമുള്ളൂ, വേറെ എവിടെയെങ്കിലും ജീവിതമുണ്ടോ എന്ന് നമുക്കറിയില്ല. ഭൂമിയിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. തുടക്ക സമയം പ്രഭാതത്തിൽ സ്വർഗം അല്ലെങ്കിൽ വൈകുണ്ഠം, ദൈവരാജ്യം എന്ന് പറയും, അല്ലാഹുവിൻ്റെ തോട്ടം എന്ന് പറയും, ഏദൻ തോട്ടം എന്ന് പറയും, പാരഡൈസ് എന്ന് പറയും, ഹെവൻ എന്ന് പറയും. അപ്പോൾ അതൊക്കെ എന്താണ് നമുക്കിന്ന് അറിയില്ല. ഈശ്വരൻ പറയാണ്, പ്രകൃതിയും ആത്മാവും അല്ലെങ്കിൽ പുരുഷനും പരസ്പരം വളരെ ആനന്ദമായിട്ട് ലയിച്ചിരിക്കുന്ന ഒരു സമയത്തിൻ്റെ ലോകവ്യവസ്ഥിതിയാണ് ഈ സത്യയുഗം. അപ്പം നമുക്കൊരു ചോദ്യം വരും, എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് നിന്നാൽ മതിയായിരുന്നല്ലോ. നോക്കൂ, കാലം എന്ന് പറഞ്ഞ ഒരു ഘടകത്തെ നമ്മൾ അംഗീകരിക്കണം. കുട്ടിക്കാലം നമുക്ക് ഇഷ്ടമാണെന്ന് വിചാരിച്ച് എന്നും കുട്ടിയായിട്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്വർഗം അല്ലെങ്കിൽ സത്യയുഗം ഏറ്റവും ഉയർന്ന ഒരു സമയമാണെങ്കിലും കാലം നമ്മളെ ത്രേതായുഗത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ത്രേതായുഗം എന്ന് പറഞ്ഞാൽ എന്താണ്? 4-1 കുറഞ്ഞു. 4-3 എന്നേ വാക്കിന് അർത്ഥമുള്ളൂ. സത്യം, ധർമ്മം, സുഖം, സമൃദ്ധി. 4-1 കുറയുന്ന സമയം. ഈ സമയവും വെളിച്ചം സ്വല്പം കുറഞ്ഞെങ്കിലും ഇരുട്ട് വീണിട്ടില്ല. പകുതി ഭാഗം ഈ ഭൂമി വെളിച്ചത്തിലായിരുന്നു. മനുഷ്യരെ ആത്മബോധത്തിൻ്റെ വെളിച്ചത്തിലായിരുന്നു. പ്രകൃതി നമുക്ക് ദുഃഖങ്ങൾ നൽകിയിരുന്നില്ല. മനുഷ്യരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങൾ ഉണ്ടായിരുന്നില്ല. ഭൂമി ഒരു കുടുംബം, വസുധ ഒരു കുടുംബം എന്ന ബോധത്തിൽ ഒരു പിടി മനുഷ്യരെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അടുത്ത യുഗമോ? ദ്വാ അപരം, സൃഷ്ടി സന്ധ്യയിലേക്ക് കടക്കാണ്. ദ്വാ എന്ന് പറഞ്ഞാൽ തന്നെ 50, പകുതി എന്ന വാക്കിന് അർത്ഥമുള്ളൂ. അപ്പോൾ സൃഷ്ടി പകുതിയിലേക്ക് കടക്കുമ്പോൾ ഒരു 12 മണിക്കൂർ പകൽ കഴിഞ്ഞാൽ സന്ധ്യ ആരംഭിക്കും. രാത്രിയിലേക്ക് കടക്കാൻ പോകുകയാണ്. അപ്പോൾ ഈ മഹാകാലം രാത്രിയിലേക്ക് പ്രയാണം ചെയ്യാൻ പോകുകയാണ്. നമ്മുടെ പുരാണങ്ങളിലൊക്കെ ചില പരാമർശമുണ്ട്. ദേവതകൾ വാമഭാഗത്തേക്ക് തിരിഞ്ഞു, ആദവും അവയും വിലക്കപ്പെട്ട കനി കഴിച്ചു. ഇതെല്ലാം നമ്മൾ ഈ വാച്യാർത്ഥത്തിൽ ഇങ്ങനെ പറയുന്നുള്ളൂ. അതിൻ്റെ അന്തരാർത്ഥം നമുക്കിന്നറിയില്ല. എന്തുകൊണ്ടാണ്? ആ രഹസ്യം പറഞ്ഞു തരാൻ ആരും ഇവിടെയില്ല. ആ രഹസ്യം ഈശ്വരൻ പറഞ്ഞു തരികയാണ്. ആത്മാവിൻ്റെ വെളിച്ചത്തിൽ ജീവിച്ചിരുന്ന ദേവതകൾ. ദേവത എന്ന് പറഞ്ഞാൽ തന്നെ ദിവ്വ്, പ്രകാശം എന്നാണ്. പ്രകാശത്തിൽ ജീവിക്കുന്നവർ, ആത്മബോധത്തിൽ ജീവിക്കുന്നവരെ. ശരീരമാണ് ഞാൻ, അതായത് അജ്ഞാനത്തിൻ്റെ ആ ഇരുട്ടിലേക്ക് കടക്കുന്ന സമയത്ത് ദുഃഖങ്ങൾ ആരംഭിച്ചു. ആ ദുഃഖങ്ങൾ ആരംഭിച്ച സമയത്ത് വേദസ്വരൂപരായിരുന്ന ദേവതകൾ, ഈ വാക്ക് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ആ കാലഘട്ടത്തിൽ വേദങ്ങൾ എഴുതി പഠിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ്? അവിടെയുള്ള മനുഷ്യരെ ആത്മബോധത്തിൽ, അതായത് ജ്ഞാനസ്വരൂപികളായി, വേദസ്വരൂപരായി. നമ്മൾ ദേവതകളെ കുറിച്ച് എന്താ പറയും? അവർ ജ്ഞാനസ്വരൂപിണി, ശക്തിസ്വരൂപിണി, സ്നേഹസ്വരൂപിണി. ഈ സ്വരൂപിണി സ്വരൂപിണി നമ്മൾ പറയുള്ളൂ. അതായത് ഇതിൻ്റെ എല്ലാം സ്വരൂപം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, നിങ്ങൾ ആത്മാവാണ്. ഇതൊന്നും അവിടെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്? അവരെ ആ ബോധത്തിൽ, അവരുടെ മനസ്സും ബുദ്ധിയും ആത്മാവിലിരിക്കുന്ന ഒരു സമയത്തുനിന്ന്
ദ്വാപരയുഗത്തിൻ്റെ സന്ധ്യയായപ്പോൾ നമ്മൾ വാമഭാഗത്തേക്ക് ശരീരമാണ് ഞാൻ എന്ന ബോധത്തിലേക്ക് വന്നു. ഈ ദേഹബോധം ഇത് നമ്മൾ ശരിക്കും സൂക്ഷ്മമായി മനസ്സിലാക്കിക്കൊള്ളണം. ഈ ദേഹബോധമാണ് സകല ദുഃഖത്തിനും കാരണം. പൗരാണിക ഭാരതീയരുടെ, ഇപ്പോഴത്തെ ഭാരതീയരുടെയും ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ്? അസതോമ സദ്ഗമയ. ഏത് അസത്തിൽ നിന്നും ഏത് സത്തിലേക്ക് നമ്മൾ നയിക്കണം? പ്രാർത്ഥനയാണ്. ഈ അസത്ത്, ഞാൻ ഈ ദേഹമാണെന്നുള്ള അസത്ത്, ഈ ബോധത്തിൽ നിന്നും ദൈവമേ എന്നെ സത്താണ്, ആത്മാവാണ് ഞാൻ എന്ന ബോധത്തിലേക്ക് എന്നെ നയിക്കണം. അപ്പോൾ ഈ സത്തിൽ, ആത്മാവിൻ്റെ ബോധത്തിലിരിക്കുന്ന സമയത്ത് എനിക്ക് ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ വേദങ്ങൾ ഏത് സമയത്ത് തുടങ്ങി? ദേവതകൾ, വേദസ്വരൂപരായവരെ ആ അറിവിൽ നിന്നും അകന്ന് അസത്തിൻ്റെ, ദേഹത്തിൻ്റെ ബോധത്തിലേക്ക് കടന്നപ്പോഴാണ് വാസ്തവത്തിൽ വേദങ്ങൾ എഴുതിയത്. അതാണ് വേദം പകുത്തു. അറിവ് എന്നുമുണ്ട്, ഈ പ്രപഞ്ചത്തിലെ അറിവ് എന്നുമുണ്ട്. അറിവ് ലിഖിതങ്ങളാക്കിയത് ഏത് സമയത്താണ്? ദ്വാപരയുഗത്തിൻ്റെ സന്ധ്യയിലെ. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച എന്താണ്? അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ. വെളിച്ചത്തിലിരിക്കുമ്പോൾ വെളിച്ചത്തിന് വേണ്ടി ആരും പ്രാർത്ഥിക്കില്ല. ദേഹബോധത്തിൻ്റെ ഇരുട്ടിലേക്ക്, ആ ഇരുട്ടിൻ്റെ കണ്ടായ ഭയങ്ങളിലേക്ക് നമ്മൾ കടന്നപ്പോൾ ആ ഭയമില്ലാണ്ടാക്കാൻ, ഒരു വെളിച്ചം നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മൃത്യോർമ്മ അമൃതം ഗമയ. ദേഹം മരിച്ചു പോകും. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും കാലമെത്തുമ്പോൾ ദേഹം മരിക്കും. അപ്പോൾ മരിച്ചു പോകുന്ന ദേഹമാണ് ഞാൻ എന്ന ബോധത്തിൽ നിന്നും മരിക്കാത്ത അനശ്വരനായ ആത്മാവാണ് ഞാൻ എന്ന ബോധത്തിലേക്ക് ദൈവമേ എന്നെ തിരിക്കണം. ഭാരതത്തിൻ്റെ വേദങ്ങൾ വന്നു. നമ്മൾ ഈശ്വരനെ അന്വേഷിക്കാൻ തുടങ്ങി. ദുഃഖങ്ങൾ കൂടിക്കൂടി വരുന്നു. പ്രവാചകന്മാരുടെ പരമ്പര, അബ്രഹാം, ബുദ്ധൻ, ക്രൈസ്റ്റ്, മുഹമ്മദ്, ശങ്കരാചാര്യസ്വാമികൾ, ഇവരൊക്കെയാണ് ഏറ്റവും പ്രധാനികൾ. അവരോടൊപ്പം തന്നെ എല്ലാ മതങ്ങളിലും ഏത് കാലത്തും ധാരാളം മഹാത്മാക്കൾ അടിക്കടി നമ്മുടെ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ 4-ാം പാദത്തിലേക്ക് കടന്നു. കലി, ഹിംസ, വ്യഭിചാരം, ചൂതുകളി, മദ്യപാനം, ഇതെല്ലാം ലോകത്ത് വർദ്ധിക്കുന്ന സമയമാണ്. അങ്ങനെ കലിയുഗത്തിൻ്റെ അവസാനമാകുമ്പോൾ നമ്മുടെ യാത്ര എവിടെ നിന്ന് തുടങ്ങി? സത്യയുഗത്തിൻ്റെ പ്രഭാതത്തിൽ നിന്നും, ആ ബാല്യകാലത്തിൽ നിന്നും നമ്മുടെ യാത്ര തുടങ്ങി ത്രേതായുഗത്തിലൂടെ കടന്ന് ദ്വാപരയുഗത്തിലൂടെ കടന്ന് കലിയുഗത്തിൻ്റെ അവസാനമെത്തുമ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന മനോഹരമായ ഭൂമി തന്നെ, ആ സ്വർഗമായിരുന്ന ഭൂമി തന്നെ നരകതുല്യമാകും. രാമരാജ്യം രാവണരാജ്യമാകും. ദൈവരാജ്യം സാത്താൻ്റെ പിടിയിൽപ്പെട്ടു പോകുന്ന ആ രാത്രിയുടെ അവസാനം, തുടക്കവും ഒടുക്കവും മറന്ന് ചുറ്റുപാടും ദുഃഖങ്ങളും യുദ്ധങ്ങളുടെ വാർത്തകളും മാത്രം വായിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയത്ത് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഒരു പിടികിട്ടാതിരിക്കുന്ന ഒരു സമയത്ത്, ഇനി ആര് നമ്മളെ രക്ഷിക്കും എന്നും മനസ്സിലാക്കാൻ പറ്റാത്ത സമയത്ത്, എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം, ഒരു ദൈവം ഉണ്ടോ എന്ന ഒരു ചോദ്യം ചിന്തിക്കുന്ന നിഷ്കളങ്കരായ മനുഷ്യരുടെ മനസ്സിൽ ഒരു വേദനയായി ഉരുണ്ടുകൂടുന്ന സമയത്ത്, രാത്രിയുടെ അവസാനം ബ്രാഹ്മമുഹൂർത്തത്തിൽ, ആ നേരം വെളുക്കേണ്ട സമയമാകുമ്പോൾ, ആ ഇടവേളയിൽ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഞാൻ ഒന്നിടപെടും എന്ന ഗീത പറയുന്നു. ആരിടപെടും? അത്യക്ഷനായിരിക്കുന്ന ഈശ്വരൻ, അമ്മയുടെ ഗർഭത്തിൽ പറക്കാതിരിക്കുന്ന ഈശ്വരൻ, സർവജ്ഞനായിരിക്കുന്ന ഈശ്വരൻ, ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരിയായിരിക്കുന്ന ഈശ്വരൻ, സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ഭാരതഭൂമിയിൽ ദിവ്യാവതാരം സ്വീകരിക്കും, മനുഷ്യനെ പഠിപ്പിക്കും. ആ കാലഘട്ടത്തിൽ രാത്രിയിൽ നിന്നും മാനവകുലത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകേണ്ട സമയത്ത് പ്രപഞ്ചത്തിൻ്റെ സൂര്യനായ ഈശ്വരൻ അവതരിച്ച് മനുഷ്യന് കൊടുത്ത അറിവ് വ്യാസമഹർഷി ദ്വാപരയുഗത്തിൻ്റെ സന്ധ്യയിലിരുന്നെഴുതി, സ്മൃതിയിൽ നിന്നെഴുതി. ഇങ്ങനെ പണ്ട് സംഭവിച്ചു, പണ്ട് സംഭവിച്ച കാര്യം പുതിയതായിട്ട് തൻ്റെ കാലഘട്ടത്തിലെ ഒരു ഇതിഹാസമാക്കി, ഒരു കഥയാക്കി അന്ന് കൊടുത്ത അറിവെല്ലാം അദ്ദേഹം ക്രോഡീകരിച്ചതാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പം നമ്മൾ
ഇപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ സമയം വീണ്ടും സമാഗതമായോ എന്നുള്ളതാണ്. ഹൃദയരമണ സദാശിവ ഉദയം കൊള്ളുക മമ മനസ്സിൽ. ഹൃദയരമണ സദാശിവ ഉദയം കൊള്ളുക മമ മനസ്സിൽ. സദയം ക്ഷണമരുളുന്നു കദനഭാരമതിനേയകറ്റാൻ. സദയം ക്ഷണമരുളുന്നു കദനഭാരമതിനേയകറ്റാൻ. ഹൃദയരമണ സദാശിവ. ഉദയ സൂര്യകിരണങ്ങളാൽ തിങ്ങും കൂരിരുൾ നീങ്ങുന്നു. ഉദയ സൂര്യകിരണങ്ങളാൽ തിങ്ങും കൂരിരുൾ നീങ്ങുന്നു. മാനവ മനസ്സിൻ മലിനതകൾ മാറ്റുക ശിവകിരണങ്ങളാൽ. മാനവ മനസ്സിൻ മലിനതകൾ മാറ്റുക ശിവകിരണങ്ങളാൽ. മാറ്റുക ശിവകിരണങ്ങളാൽ. ഹൃദയരമണ സദാശിവ ഉദയം കൊള്ളുക മമ മനസ്സിൽ. നിരന്തരയോഗ തപസ്സിലായി നിറവൊടു സായുജ്യമടയുന്നു. നിരന്തരയോഗ തപസ്സിലായി നിറവൊടു സായുജ്യമടയുന്നു. വരമുൾക്കൊണ്ടു വരദാനിയാകാൻ ശിവസന്നിധിയില